സത്യമാണ്, സിബിൻ പറയുന്നത് സത്യമാണെന്നും ഈ ഷോയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതും ഇതെല്ലാം അറിയാവുന്ന എത്രയോ പേര് ഉണ്ടെന്നറിയോ. പല സെലിബ്രിറ്റീസ് സ്റ്റാറ്റസിൽ ഇന്ന് നിൽക്കുന്ന പലർക്കും ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മറന്നുപോകും. ഇപ്പം തന്നെ ഒന്ന് എടുത്തു നോക്കുക, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അഭിഷേക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഫെയിം ചെയ്യാനും സൊസൈറ്റി മുഴുവൻ ഇപ്പം അതിൻ്റെ തിരക്കിലാണ്. ഇല്ലെങ്കിൽ വരട്ടെ സായി കൃഷ്ണയെ പോലുള്ള ആൾക്കാർ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ് സായി കൃഷ്ണയെ. സിബിൻ്റെ ഈ വിഷയത്തിൽ നട്ടലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വന്ന് നിന്ന് ഏഷ്യാനെറ്റിനെതിരെയും എൻ്റെ മോൾ ഷൈനെതിരെയും ഫൈറ്റ് ചെയ്യും. സിബിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്, അതായത് ഇൻ്റർവ്യൂ അല്ല, പ്രസ് മീറ്റ്, ബിഗ് ബോസ് ഷോയ്ക്കെതിരെയും അതിലെ കുറച്ച് ആൾക്കാർക്കെതിരെയും കൊടുത്തിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ലൈവ് കേട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാനിനി ഈ ഒരു എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിലെല്ലാം ഞാൻ നേരത്തെയും മുന്നേയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ ഷോ, ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോ എന്നൊക്കെ പേരിനുണ്ടെന്നുണ്ടെങ്കിലും അതിൽ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ലപ്പാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എവിടെയാണ് റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഷോ ആയതുകൊണ്ട് തന്നെയും സ്പോൺസർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയും ഇതിനെ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ക്രിയേറ്റേഴ്സും ഇതിൻ്റെ കണ്ടന്റ് സൈഡ്, പ്രോഗ്രാമിംഗ് സൈഡ് ടീമും എല്ലാം ഇതിനെ ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, അതിനെ കൊണ്ടുപോകുന്നുണ്ടാവുക. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ്റെ ഇന്നത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഷോക്ക് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനും മാത്രം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടത്താനുള്ള ഒരവകാശവും ഒരു മീഡിയയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഏഷ്യാനെറ്റിനോ എൻ്റെ മോൾ ഷൈനിലോ അതിലുള്ള ആർക്കോ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ എല്ലാവരെയും പിന്നിലേക്ക് വലിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോപരമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് നമുക്കിതിനെ നേരിടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് പ്രോസസ്സ്, വലിയൊരു പ്രോസസ്സാണ്. അതിനിടയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലപ്പോഴും പലരെയും കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല എന്ന്. ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും എന്നറിയോ അതിൻ്റെ ഒരു വിധിയും അതിനൊരു സംഭവങ്ങളൊക്കെ വരാനായിട്ട്. ശരിയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം, അത് പിന്നീട് ചെക്ക് ചെയ്യണം, ഇത് വാദിക്കും പ്രതിക്കും അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സമയം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വരെ സമയമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഇന്ന വ്യക്തിക്കെതിരെ ഇന്ന സംഭവങ്ങളാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് സിബിൻ്റെത്. സിബിൻ്റെ ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ചാനലിൻ്റെ, കുറേ ചാനലിൽ വന്നിട്ടുണ്ട്, എന്നാലും ഒരു ചാനലിൻ്റെ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരൊറ്റ കാര്യം തന്നെയാണ്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഫാൻ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പലരെയും ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ ഡീഫെയിം ചെയ്യുന്നത് പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതിലെ കണ്ടസ്റ്റൻസിലെ കുറേ പേർക്കെങ്കിലും ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നും ഇത് മുന്നേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നല്ല വ്യക്തമായിട്ടറിയാം. അതിൽ കുറച്ച് പേര് ഇപ്പോൾ ടോപ്പ് 5-ലുണ്ട്. കുറച്ച് പേർ എന്ന് തന്നെ ഞാൻ പറയും, അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ടോപ്പ് 5-ലുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഈ ഷോ പോകുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ കയ്യിൽ നിന്നെടുത്തിടുന്നതാണ്. കാരണം 24 മണിക്കൂറിനുള്ള കണ്ടൻസ് അവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സിബിനോട് പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത്, സിബിൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് സല്യൂട്ട് മാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നിയമത്തിൻ്റെ സൈഡുകൾ സ്വീകരിക്കാത്ത സമയത്ത് അതിൽ ഒരു സത്യം ഉണ്ടെന്നും അതിലൊരു വിജയം ഉണ്ടാവുമെന്നും വിശ്വസിച്ച് അതിന് സമയം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ പുറത്തായതിനു ശേഷമുള്ള ഇത്രയും നാളിനിടയിലും ലീഗലായിട്ടുള്ള ഫൈറ്റ് നടത്തുന്നതിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. ആൻഡ് ഇതൊരു എക്സാമ്പിൾ ആക്കണം. കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സോഷ്യൽ വർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് സീനിയറിൻ്റെ കൂടെ പോയ സമയത്ത് ഉണ്ടായൊരു ഇൻസിഡൻ്റാണ്. 4-5 വർഷമായി ഒരു കേസ്, ഞാൻ ആ വിഷയം പറയുന്നില്ല, ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. ആ കേസിൽ വിധി ഇതുവരെയും വന്നിട്ടില്ല. 4-5 വർഷമായിട്ട് വിധി വന്നിട്ടില്ല. മംഗലാപുരത്ത് നടന്നിട്ടുള്ളൊരു സംഭവമാണ്.
ഇത് നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. 4-5 വർഷം എന്നുള്ളത് ഞാൻ ആ ഒരു ഇൻസിഡന്റിനെ വെച്ച് പറയാണ്. പക്ഷെ എന്നാലും അതിൽ കൂടുതൽ പോയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. എന്നാൽ ഒരുപാട് സമയം പിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നിയമത്തിന്റെ സഹായം തേടുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കും. കാരണം ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. ഇപ്പൊ സിബിനെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിനെയും എൻഡമോൾ സൈനുമാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ചില പേഴ്സൺസിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു വലിയ കോർപ്പറേറ്റിനെതിരെ കളിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഗട്ട്സ് ഭയങ്കര വേണ്ട ഒരു കാര്യം തന്നെയാണ്. പല സെലിബ്രിറ്റീസും നമുക്കറിയാവുന്ന ഈ പറയുന്ന പോലെ ബിഗ് ബോസിലെ സെലിബ്രിറ്റീസ് തന്നെ സിബിനെതിരെയും അഖിൽമാരാറിനെതിരെയും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് മണി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതിന് ഞാൻ അവരെ കുറ്റമൊന്നും പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ അതുങ്ങൾക്ക് ജീവിച്ചു പോകാൻ വേണ്ടി അതുങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം എന്നേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും സിബിൻ എനിക്കറിയാം ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അവസാനം വരേക്കും ചിലപ്പോൾ ഈ മീഡിയയോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും ഫൈറ്റ് ചെയ്യുക സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് സാധാരണ പനിക്ക് വാങ്ങുന്നതിന് പോലും ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അടിയുണ്ടാക്കാറുള്ള ഒരാളാണ്. കാരണം അങ്ങനെ ചെയ്യരുത്. പല മെഡിക്കൽ ഷോപ്സിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ചുമ്മാ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മരുന്നൊക്കെ തരാറുണ്ട്. അതൊക്കെ റോങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, സത്യമാണ്. അപ്പോൾ ഒരു ഷോയിൽ ഈ പറയുന്ന പോലെ തന്നെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ള മരുന്നുകളൊക്കെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് വലിയ തെറ്റാണെന്നറിയോ. ആൻഡ് അത് കഴിഞ്ഞ് ഈ വ്യക്തി ഇതിനെന്താണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചിട്ട് ഇത്രയും നാൾ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഷോയുടെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം ആ ചെയ്തത് തെറ്റാണെന്നും തനി തന്തയില്ലാത്തരമാണെന്നും ഉള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവരതിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഷോ, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് എ ഷോ, ഒരു റിയാലിറ്റി ഷോ. അതിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ അങ്ങ് ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടെ നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അല്ലേ ഇതിനേക്കാളും വൃത്തികെട്ട സാധനങ്ങൾ നമ്മുടെ പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ആദ്യം റിവ്യൂ ചെയ്യാം, എനിക്കറിയാം ദിസ് ഷോസ് ഇങ്ങനത്തെ ഷോ ആണെന്ന് അറിയാമെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ എന്നിട്ടും ഈ ഷോയെ പറ്റി പലപ്പോഴും പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനുഷ്യൻ്റെ വികാരങ്ങളെ പലപ്പോഴും ചൂഷണം ചെയ്യുന്ന ഒരു ഷോ ആണ്. മഹാൻ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മനുഷ്യൻ്റെ ഇമോഷൻസിനെ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലുള്ളൊരു പരിപാടിയാണെന്നുള്ളത്. ആ ത്രില്ലുള്ളൊരു പരിപാടിയാണ് ആക്ച്വലി ഈ പറയുന്ന ബിഗ് ബോസ് ഷോ. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ വികാരങ്ങളെ വെച്ച് കളിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ മറ്റൊരു മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ട് അയാളുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള റൈറ്റ്സിനെ നശിപ്പിച്ചുകൊണ്ടൊന്നുമല്ല ഒരിക്കലും ഒരു ഷോ വരേണ്ടത്. നിങ്ങൾ കാണുക. ആൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവത്തിന് സിബിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ബി സ്ട്രോങ് മാൻ, ബി സ്ട്രോങ് ആൻഡ് ഫൈറ്റ്. സക്സസ് എന്തായാലും വരും. സത്യം എത്രയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ മാറ്റിവെക്കാനും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്തൊക്കെ ചെയ്താലും കാലം ഇതിനൊന്നും മറുപടി കൊടുക്കാതെ പോലെ. ഇത് പ്രാക്കോ അല്ലെങ്കിൽ ബാക്കി സംഭവമൊന്നുമല്ല. എല്ലാത്തിനും ഈ പറയുന്ന പോലെ തന്നെ ഒരു റിട്ടേൺ ഉണ്ടാവും, ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ചെയ്യുന്നതിന് ചിലപ്പോൾ അതേ നാണയത്തിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൂട്ടിയതിനെല്ലാം നമ്മൾ അനുഭവിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കിട്ടാതെ നമ്മൾ പോവില്ല. ആൻഡ് ഇതറിയാവുന്ന ഇതൊക്കെ സത്യമാണ്, സിബിൻ പറയുന്നത് സത്യമാണെന്നും ഈ ഷോയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതും ഇതെല്ലാം അറിയാവുന്ന എത്രയോ പേര് ഉണ്ടെന്നറിയോ. പല സെലിബ്രിറ്റീസ് സ്റ്റാറ്റസിൽ ഇന്ന് നിൽക്കുന്ന പലർക്കും ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. അവരാരും പ്രതികരിക്കുന്നില്ല. ആദ്യം തന്നെ അഖിൽമാരെ മച്ചാനെ നിങ്ങൾ പൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ന്യായത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. കാരണം പല സോഷ്യൽ ആക്ടിവിസ്റ്റുകളും വന്ന് പറയുന്നുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ടില്ല, വിഡ്രോവൽ സിംറ്റമാണ്, ഇവന് വേറെ കുറേ കാര്യങ്ങളാണ് വേണ്ടത്, ഫെയിമിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 മാസത്തിന് മേളിലായിട്ട് ഈ പറയുന്ന പോലെ കേസിൻ്റെ കാര്യത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും വരണം. ഇതൊരു എക്സാമ്പിളാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലുള്ള വലിയ ഗ്രൂപ്പുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെയൊക്കെ നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലതും സ്റ്റാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കും സിബിൻ. ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾ കേസുകൾ
വരും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിക്ടിം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് എടുക്കുക. കാര്യം ഈ സമയത്ത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ പവറിൽ അത് എത്തും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെയും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇത് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മറന്നു പോകും. ഇപ്പം തന്നെ ഒന്ന് എടുത്തു നോക്കുക, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അഭിഷേക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഫെയിം ചെയ്യാനും സൊസൈറ്റി മുഴുവൻ ഇപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് അവർക്ക് കുറച്ച് അജണ്ടാസും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഈ ഷോ ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള പല ആൾക്കാർക്കും ഇത് അറിയുകയും ചെയ്യാം. അവർക്ക് ബൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ബൈ ചെയ്ത് വെക്കും. അത് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് അളിയ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുക. ചിലരോട് ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഏഷ്യാനെറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ, അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, നിങ്ങളുടെ ഭാവി സെക്യൂർഡ് ആക്കുകയല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ, അതിന് പലതരത്തിലുള്ള സംഭവങ്ങളുമുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പലരും ഇന്ന് ആ ഷോയിൽ കയറി പോയിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് അതിലേക്കൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. ഇനി വരാൻ പോകുന്നുമുണ്ട് കേട്ടോ. ചിലർ ബോക്സ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞ് ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഹീ ഈസ് ജസ്റ്റ് എ മാൻ ഹൂ വർക്ക്സ് ഫോർ മണി. പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ വരട്ടെ, സായി കൃഷ്ണയെ പോലുള്ള ആൾക്കാർ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ് സായി കൃഷ്ണയെ. നീ വലിയ ഭയങ്കര കാര്യമായിട്ട് പല കാര്യങ്ങളിലും ഘോരഘോരം പ്രസംഗിക്കുന്ന ആളല്ലേ. സിബിൻ്റെ ഈ വിഷയത്തിൽ നട്ടലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ആളാണെങ്കിൽ വന്ന് നിന്ന് ഏഷ്യാനെറ്റിനെതിരെയും എൻ്റെ മുൾ ഷൈനെതിരെയും ഫൈറ്റ് ചെയ്യും. കാരണം ഇന്നിപ്പോൾ ആ മരുന്ന് എന്താണെന്നും ആ കൊടുത്തതിൻ്റെയും ഫോട്ടോ പ്രൂഫ് അടക്കമാണ് സിബിൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഈ കേസ് എടുത്തതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ റിയാക്ട് ചെയ്യില്ലല്ലോ ഈ പറയുന്ന. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഡബിൾ സ്റ്റാൻഡ് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവുമല്ലോ. കാശ് കൊടുത്താൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ചില വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യല്ലേ. ജീവിക്കണ്ടേ, കണ്ടന്റ് വേണ്ടേ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയാണ് പുള്ളിക്കാരനും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇടപെടുന്നത്. പക്ഷെ ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ മണി വേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഐ ഫീൽ വെരി സാഡ് ഫോർ സിബിൻ ബിക്കോസ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് സിബിൻ ഓൾസോ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ആരുടെയും ലൈഫിൽ ഉണ്ടാവരുത്. പക്ഷെ ഇതൊരു ധൈര്യമാവണം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സംഭവത്തിലാണെന്നുണ്ടെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ബോണ്ടോ റൂളോ ഈ പറയുന്ന പോലെ സംഭവങ്ങളോ കോൺട്രാക്റ്റോ ഒന്നും നിലനിൽക്കില്ല. പലപ്പോഴും ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നിയമത്തിൻ്റെ സൈഡുകൾ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അറിയാത്തത് പഠിക്കാനായിട്ടെങ്കിലും കുറച്ചൊക്കെ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാൻ ശ്രമിക്കണം. കാരണം നിയമത്തിൻ്റെ സൈഡ് നമ്മളിൽ ഒരുപാട് പേര് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതിൽ ഇന്നും ഈ സിസ്റ്റം ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ പറയുന്നത് പോലെ തന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ഒരു ചേഞ്ച് വരേണ്ടതായിട്ട് വരും. എന്തായാലും ഇതിനൊരു എക്സാമ്പിൾ ആയതിന്, ഇത്രയും ധൈര്യം കാണിച്ച് ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട്, ഇനി ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവരുത് എന്നുള്ളൊരു ബോധത്തിൽ പുറത്ത് ഈ ഫൈറ്റിലേക്ക് ഇറങ്ങി തിരിച്ച സിബിന് വീണ്ടും ഞാൻ പറയാണ്, യു ഡിസേർവ് എ സല്യൂട്ട് മാൻ. ബിക്കോസ് എസ്പെഷ്യലി അറിയാം, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നിൽക്കുന്ന ജയൻസിനെതിരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ലൈഫിൽ നഷ്ടമുണ്ടായേക്കാം. ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എന്നാലും അതിനൊന്നും കൺസിഡർ ചെയ്യാതെ ശരി എന്താണെന്ന് ആൾക്കാർക്കും അറിയണം. അതുപോലെ തന്നെ ന്യായം തനിക്കും വേണം, നീതി തനിക്ക് വേണം എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഫൈറ്റിലേക്ക് ഇറങ്ങി തിരിച്ച സിബിന് എൻ്റെ 1000 ആശംസകൾ. ഇനി എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ ഇത് എൻഡ് ചെയ്യട്ടെ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഫൈറ്റ്. കാര്യം ഇനിയാണ് ഇതിൻ്റെ മറ്റു വശങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഒരു കോർപ്പറേറ്റ് ജയൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി എനിക്കറിയാം ഇതിപ്പോൾ കമ്പനിക്കെതിരെ ഒന്നുമല്ല, കുറച്ച് വ്യക്തികളാണ് എപ്പോഴും ഇതിലെല്ലാത്തിലും പ്രശ്നം. അതിപ്പോൾ നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും ഇതുപോലുള്ള കുറേ ചീങ്കണ്ണി സാധനങ്ങളുണ്ടാവും. അതൊരു സത്യമാണ്. അത് നിങ്ങളൊക്കെ കാരണം തന്നെയായിരിക്കും അവരുടെ കമ്പനികൾക്ക് ഈ ആവശ്യമില്ലാത്ത ചീത്തപ്പേരുകളെല്ലാം കേൾക്കേണ്ടി വരുന്നത്. അതിലൊന്നും എനിക്ക് വിഷമം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലത്തെ ഒരു നിറികെട്ട പരിപാടിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലാലേട്ടൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലാലേട്ടനും ഇൻവോൾവ് ആവേണ്ട വന്നില്ലേ? റിയാക്ട് ചെയ്യുക, സ്റ്റാൻഡ് വിത്ത് സിബിൻ. ബിക്കോസ് സത്യം അവിടെയാണ്. ഇതിൽ നടന്നിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് തന്നെയാണ്. സോ അതിൽ ഞാൻ എന്തായാലും
സിബിൻ്റെ കൂടെ തന്നെയാണ്. എന്നാൽ പറ്റുന്ന പോലെ ഇതുപോലുള്ള വീഡിയോസിലൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യും. സോ യാ ഗൈസ്, ആ വീഡിയോ സിബിൻ്റെ ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ചാനലിൻ്റെ ലിങ്ക് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാം. കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിനെ വെച്ച് എല്ലാവരോടും ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ്, നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ നമുക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളോ സംഭവിക്കുമ്പോൾ നിയമത്തിൻ്റെ സഹായവും അതിൻ്റെ പരിരക്ഷയും നേടാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ അവരെ തല്ലി ഇല്ലാതാക്കുകയോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുകയോ മാത്രമല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ ലീഗൽ സൈഡ്, ലീഗൽ സപ്പോർട്ട് നമുക്ക് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതും കൂടെ നമ്മൾ ഉപയോഗിക്കണം എന്ന് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിനെ വെച്ച് നിങ്ങളോട് പറയുകയാണ്. കാരണം ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അത് കഴിഞ്ഞപ്പോഴും ഒക്കെയും പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് പോകാനുള്ള ആൾക്കാരെ പിൻവലിക്കും ഇതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം കൊണ്ട്. ആയിക്കോട്ടെ, പക്ഷെ എത്ര വൈകിയാലും ന്യായം നമുക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ, ന്യായം നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ അപ്പം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്സ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ.